കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPI-യും നഷ്ടപ്പെടാതിരിക്കാൻ കോൺഗ്രസും പരമാവധി കരുത്ത് കാട്ടാൻ BJP-യും രംഗത്തിറങ്ങുന്ന മണ്ഡലമാണ് പാലക്കാട്. കരിമ്പന പട്ടകളിൽ കാറ്റ് വീശുമ്പോൾ പാലക്കാട് വിളിച്ചു പറയുന്നത് എന്താണ്? മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ് പാലക്കാട്. വിജയരാഘവൻ LDF, VK ശ്രീകണ്ഠൻ UDF, C കൃഷ്ണകുമാർ NDA. ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കനത്ത പോരാട്ടത്തിന് നടുവിൽ. നിഖിൽ പ്രമേശ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, പോരാട്ടത്തിൻ്റെ ചൂട് എന്താണെന്നറിയാൻ പാലക്കാട്ടേക്ക് വരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. SKN ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന കൊണ്ടുപിടിച്ച പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ കൊട്ടിക്കലാശം നടക്കുകയാണ്. കൊട്ടിക്കലാശം നടക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞാനുള്ളത്. മൂന്ന് മുന്നണികൾക്കും ഇവിടെ തന്നെയാണ് സ്ഥലം നൽകിയിട്ടുള്ളത്. പക്ഷെ അത് മൂന്നിടങ്ങളിലായിരിക്കും. ഈ ഭാഗത്ത് നിന്നൊരു മുന്നണി, അവിടെ നിന്നൊരു മുന്നണി, ഇപ്പുറത്തു നിന്നൊരു മുന്നണി. അങ്ങനെ BJP-ക്കും UDF-നും LDF-നും മൂന്ന് വ്യത്യസ്തമാർന്ന സ്ഥലങ്ങളാണ് നൽകിയിട്ടുള്ളത്. നേരിട്ടൊരിക്കലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം. എന്തായാലും നമുക്കറിയാം, SKN സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു 5 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്ന് പാലക്കാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം BJP ഇവിടെ ഒരു ഫാക്ടറാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ ഇത്തവണ നിർണായകമായിരിക്കും. പല സർവേകളും പറയുന്നു വിജയരാഘവൻ ജയിക്കുമെന്ന്. ചില സർവേകൾ VK ശ്രീകണ്ഠനെ വിജയ സാധ്യത പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും എങ്ങോട്ടാണ് കൂടുതൽ പാലക്കാടൻ ജനത നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മൂന്ന് മുന്നണികളും ഇന്നിപ്പോൾ പ്രചരണം ആരംഭിക്കുന്നത് ജില്ലയുടെ അങ്ങേ തട്ട് നിന്നാണ്. ഇപ്പോൾ LDF ആണെങ്കിൽ മണ്ണാർക്കാട് നിന്നാണ് ആരംഭിക്കുന്നത്. UDF പട്ടാമ്പിയിൽ നിന്ന് ആരംഭിക്കുന്നു. വൈകിട്ട് 3 മണിയോടുകൂടി റോഡ് ഷോ ആയി ഞാനിപ്പോൾ ഉള്ള ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും പാലക്കാട്ടെ ഫലം അത് വളരെ നിർണായകമായിരിക്കും. പാലക്കാട് നിന്ന് NDA വിജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന് മറ്റു പല മണ്ഡലങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യും ഈ അവസാന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികൾക്കൊപ്പം അല്പസമയത്തിനകം നമ്മൾ ചേരും, അവരുടെ അവസാനവട്ട പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട്. നിഖിൽ പ്രമേശാണ് നമുക്കൊപ്പം ചേർന്നത്.